വ്യാജനാണ്, പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ട്രാഫിക് വയലേഷന്റെ നോട്ടീസ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചെല്ലാൻ വരികയാണെങ്കിൽ അതൊരു APK ഫയൽ ആയിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ ബാങ്കുകളിലുള്ള പല ആളുകൾക്കും 70,000 80,000 രൂപയൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ പൈസയും ഹാക്കർമാരെ കയ്യിലേക്ക് എത്തിപ്പെട്ടു. നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ചെല്ലാൻ എന്ന രൂപത്തിൽ APK ഫയൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല. കാരണം ഓതന്റിക് പേഴ്സൺ ആയ അല്ലെങ്കിൽ പരിവാഹന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒരിക്കലും ചെല്ലാൻ വാട്സപ്പ് വഴി നമുക്ക് അയക്കാറില്ല. ഡയറക്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരാറ്. ഇനി അങ്ങനെ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരിവാഹന്റെ ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് മെനു ഓപ്പൺ ചെയ്തിട്ട് ഈ പറയുന്ന ചെലാൻ നമ്പർ അടിച്ചു നോക്കുക. അത് ഒറിജിനൽ ആണോ എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുക. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ APK ഫയലുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കയ്യിൽ നിന്നുള്ള എല്ലാം പോയിക്കോളും. പൈസ മാത്രമല്ല, മാനം വരെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും പണങ്ങൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 1930 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഉടനടി ബന്ധപ്പെടേണ്ടതാണ്. ഇതാണ് ഗവൺമെന്റ് പറയുന്ന ഒരു സൊല്യൂഷൻ.